ആരൊക്കെയാണ് വീട്ടിലാരൊക്കെയാണ്? വീട്ടിലിപ്പോൾ എൻ്റെ അനിയനുണ്ട്, അവരൊരു കുടുംബം, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും. അച്ഛൻ ചന്ദ്രശേഖരൻ ജോത്സ്യർ, അദ്ദേഹം മരിച്ചുപോയി. അമ്മയും മരിച്ചുപോയി. ചേർത്തലയിലുള്ള പേര് കേട്ട ഒരു അതെ പേരുകേട്ട ജോത്സ്യനായിരുന്നു. അപ്പൊ ആ പരമ്പര നിലനിർത്താൻ വേണ്ടി ആരും ശ്രമിച്ചില്ലേ? 5 വയസ്സ് മുതൽ ഞാൻ പഠിക്കുന്നതാണ്. പക്ഷേ ഈ ജ്യോതിഷം അല്ലെങ്കിൽ സംഗീതം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ചെയ്തോണ്ടിരിക്കണം, പരിശീലനം, പ്രാക്ടീസ്. അത് മറന്നു. ഞാൻ പാട്ടിലേക്കാണ് പിന്നെ വന്നത്. പാട്ടിലേക്കാണ് ജ്യോതിക്കുള്ള ഒരു ആഗ്രഹം വന്നത്. അനിയനും പാട്ടിലോട്ട് വന്നു. അനിയനും പാടാൻ പോയി. എന്നാലും ജ്യോതിഷം ഒരു ശകലമെങ്കിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ അല്ല. അങ്ങനെയല്ല, മുഖലക്ഷണം അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനത്തെ മുഖലക്ഷണം ജ്യോതിഷത്തിലുള്ളതല്ല. അല്ല, എന്നാലും ജ്യോതിഷം പറയുന്നവർക്ക് ഈ ആദ്യം ഒരാളിനെ കാണുമ്പോ ഒന്ന് മനസ്സിലാവുമല്ലോ. നാളെ ചോദിച്ചിട്ടൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെയാണ് നമ്മുടെ അണ്ണാച്ചിയുടെ നാള് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയുമെന്ന് നോക്കട്ടെ. ഇല്ല, അത് ചോദിക്കുന്നതിന് ഓരോ സമയമുണ്ട്. പറയുന്നതിനും. ഉത്വായോഷസി ദേവതാം ഹൃദിജേ ധ്യാത്വാ വപുശോധനം. ഇത് മനസ്സിലായ. അതെ, ജ്യോതിഷം പറയുന്ന ആള് രാവിലെ എഴുന്നേറ്റ് അയാളുടെ നിത്യകർമ്മങ്ങളും എല്ലാം ചെയ്ത് ഇഷ്ടദേവതയെ പൂജിച്ചതിന് ശേഷം ഇരിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നോക്കാൻ വരേണ്ടത്. എന്നാൽ ഞാൻ വേറൊരു കാര്യം പറയാം. എൻ്റെ ഒരു അനുഭവം ഏഷ്യാനെറ്റ് വെച്ചിട്ട് ഇതുപോലെ ഞാൻ സരിഗമ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യായിരുന്നു. അപ്പോൾ ഒരു 2 മേക്കപ്പ് ചെയ്യുന്നിടത്ത് 2 ടേബിളാണ്. അതിലൊരു ടേബിളിൽ ഞാനും, അപ്പുറത്തെ ടേബിളിൽ വളരെ പണ്ഡിതനായിട്ടുള്ള ഒരു ജ്യോത്സ്യൻ, അദ്ദേഹം അവിടെ എന്തോ ഒരു ഷോ അവതരിപ്പിക്കാൻ വന്നതാണ്. അപ്പോൾ അത് ഇരുന്നപ്പോൾ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, എൻ്റെ നക്ഷത്രം എന്നതാണ്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സമയമെന്ന്. അപ്പോൾ ഞാൻ വെറുതെ പുള്ളിയെടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി മേക്കപ്പ് ചെയ്തുകൊണ്ട്, മോഹൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മാനുണ്ട്, പുള്ളി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നു, അസിസ്റ്റൻറ്റ് ചെയ്യുന്നു. എൻ്റെ നക്ഷത്രം ഇതാണ്, എൻ്റെ എങ്ങനെയുണ്ട്. അപ്പോൾ പുള്ളി ഈ നക്ഷത്രപ്രകാരം കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്, വേറൊന്നുമല്ല. 7-ൽ കേതു നിൽക്കുന്നു, അതിൻ്റെ നോട്ടം വ്യാഴത്തിലോട്ടാണ്. അപ്പം അതിനകത്ത് വീഴ്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോയാൽ മതി, വേറെ ഒന്നുമില്ല. ശിവക്ഷേത്രത്തിൽ പോവുക, പിന്നെ നീരാഞ്ജനം, അയ്യപ്പന് നീരാഞ്ജനം നടത്തുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശിവക്ഷേത്രത്തിൽ പോയിട്ട് ശിവക്ഷേത്രത്തിൽ പോവുക, തൊഴുക, അയ്യപ്പന് ധർമ്മശാസ്താവിന് നീരാഞ്ജനം നടത്തുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു സമാധാനമായി. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി എണ്ണിട്ടപ്പോൾ ഈ സാധാരണ ഈ മേക്കപ്പ് ചെയ്യുന്ന ഈ കസേരയ്ക്ക് ഒരു ആവശ്യമില്ലാത്തൊരു വളയം ഫ്രണ്ടിലിരിപ്പുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, കാരണം വെറുതെ ഇറങ്ങിപ്പോയാൽ മതി. പക്ഷേ ഒരു വളയം സാധാരണ പഴയ ഇതിനകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. പുള്ളി ഇങ്ങോട്ട് എണ്ണീറ്റ് അങ്ങനെ ഇറങ്ങിയിട്ട് പൊത്തോന്ന് അടിച്ചങ്ങ് വീണു തറയിൽ. ഇവിടെയൊക്കെ പൊട്ടിപ്പോയി. പിന്നെ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ തുടങ്ങിയത്. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ദൈവമേ, എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീഴ്ചകളൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചോളാൻ പറഞ്ഞത് പുള്ളിക്ക് തന്നെ കിട്ടി. അപ്പോൾ ഈ ജോത്സ്യനായി പോയി. അപ്പോൾ ജോത്സ്യനും പറ്റും, പണി കിട്ടും. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ജോത്സ്യന്റെയും സമയം നന്നായിരിക്കണം, കൃത്യമായിട്ട് പറയാൻ. അല്ലേ? ഈ ജോത്സ്യന്റെ സമയം മോശമായിട്ട് ആ ജോത്സ്യൻ വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏക്കത്തിൽ നിന്നാണ് പറയുന്നത്. എന്തായാലും ജ്യോതികുട്ടൻ സംഗീതത്തിലോട്ട് വന്ന് നന്നായി കേട്ടോ, നന്നായിട്ട് പാടി പാട്ടുകളൊക്കെ. അപ്പൊ എപ്പോഴാണ് ഈ പാട്ട് തുടങ്ങുന്നത്? ഭജനയാണോ തുടങ്ങുന്നത്? ഞങ്ങളുടെ അടുത്ത് ഒരു അമ്പലമുണ്ട്. ജ്യോതികുട്ടാ, എന്തെങ്കിലും മാനസികമായിട്ട് വിഷമമുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നോ? ഞാൻ ചോദിച്ചതിൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ജ്യോതികുട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇല്ല, ഒന്നുമില്ല. പക്ഷേ തുടക്കം അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കാൻ എനിക്ക് പറ്റിയല്ലോ. പെട്ടെന്ന് ജ്യോതികുട്ടന് മനസ്സിലൊരു വിഷമം വന്ന് അവിടെ പാടി തുടങ്ങിയിട്ട് ഇങ്ങനൊരു വേദിയിലല്ലേ? സത്യമാണ് ജ്യോതികുട്ട. കാരണം ഈ ഒരു വേദി ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് തുടങ്ങിയതിന് ശേഷം എന്നെ വിളിച്ച് ഒരുപാട് പേര് ചോദിച്ചു. വളരെ പ്രായമായിട്ടുള്ളവർ,
72 വയസ്സായിട്ടുള്ള ആൾക്കാർ എനിക്ക് നേരത്തെ അറിയാവുന്നവർ ചോദിച്ചു, അപ്പോൾ ശ്രീകുട്ട എനിക്കൂടെ ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി 21 പേരെ സെലക്ട് ചെയ്ത് നമ്മൾ ഷോ തുടങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്ത എന്തെങ്കിലും അമൃത ടിവിയുടെ എന്തെങ്കിലും പുതിയ ഉദ്യമം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാവുന്ന പറഞ്ഞു. അപ്പോൾ അമ്പലത്തിൽ പാടിയ ഏത് പാട്ടാണ് ആദ്യം പാടിയത്? ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, ആഹാ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി. ഗംഗയാറു പിറക്കുന്നു ഹിമവന്മലയിൽ, പമ്പയാറു പിറക്കുന്നു ശബരിമലയിൽ, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യനദി, പൊന്മല നമ്മുടെ പുണ്യമല, പമ്പ നമ്മുടെ പുണ്യ. എങ്ങനെയാണ് ഈ ബ്ലൂ ഡയമണ്ട്സിൽ കിട്ടിയത് ചാൻസ്? അവിടെ മദൻ എന്ന് പറഞ്ഞ തബലിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞ്, എനിക്കൊരു പരിചയമില്ല, ഞാൻ വെറുതെ അവിടെ ചെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ ബ്ലൂ ഡയമണ്ട്സ് ഓർക്കസ്ട്രയിൽ പാടണമെന്നുണ്ട്. ആ ഒരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് ഈ പറഞ്ഞ പ്രമദവനം പാടി. അപ്പൊ അവിടെ ചാൻസ് ഒന്നും ഇല്ല, ഇഷ്ടം പോലെ പാട്ടുകാരുണ്ട്, 7 പാട്ടുകാർ 8 പാട്ടുകാരുണ്ട്. അപ്പൊ വന്നോളാൻ പറഞ്ഞ് നാദരൂപിണി എന്നൊരു ഗാനാണ് എനിക്ക് എന്നെ കൊണ്ട് പാടിച്ചത്, ഞാൻ പാടിയത്. അതെ അതെ, അത് പിന്നെ ഈസി ആയിട്ട് പാടാണ്. 2 സീസണാ പാടിയത്. ഓ, 2 വർഷം 2 ഗാനമേള സീസൺ നാദരൂപിണി. അവസാനം പേര് വീണ് നാദരൂപിണി ജ്യോതിക്കൂട്ടരുണ്ട്. ഒരു ദിവസം ഹിന്ദി പാട്ടുകാരൻ വന്നില്ല. അപ്പൊ നമ്മളാ തിളപ്പിന് ഹിന്ദിയും തമിഴും ഒക്കെ എല്ലാം ഒന്നും നോക്കണില്ലല്ലോ. അപ്പൊ നേരെ ഒരു ഹിന്ദി പാട്ട് പാടി. അടുത്ത വർഷം മുതൽ ഞാനാണ് അവിടുത്തെ ഹിന്ദി പാട്ടുകാരൻ.